ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഗ്രീൻ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചിക്കൻ കറിയിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഈ കറി ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം ഒന്ന് അരച്ചെടുക്കും. ചെറുനാരങ്ങ നീര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഒരു അത്യാവശ്യം എരിവുള്ള 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടി മല്ലിയിലയും പുതിനയിലയും, മല്ലിയിലയാണ് കൂടുതലെടുത്തത്. 2 ടേബിൾ സ്പൂൺ വറുക്കാത്ത മല്ലി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതില്ലെങ്കിലും കുഴപ്പമില്ല. 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഒരു തുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു സവാള മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ ചേരുവകളും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരപ്പൊക്കെ റെഡിയായി. ഇതാ ഞാനിവിടെ ഒരു പാത്രം വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കണം. മുറിച്ച് വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് കിട്ടണം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. കൂടുതലിട്ട് കഴിഞ്ഞാൽ ആ ഒരു കളർ കിട്ടില്ല. കുറച്ച് ലൈറ്റ് കളറാണ് നമ്മുടെ ചിക്കന് വേണ്ടത്. ഞാനിതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ 2ാം പാൽ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനൊന്നും വയ്യാത്തവർക്ക് വേറെ ഒരു എളുപ്പ പണിയുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ആ അരപ്പില്ലേ, അതിലേക്കൊരു 10-15 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല തിക്ക് ഗ്രേവിയും നമുക്ക് കിട്ടും. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ചെറിയ തിള വന്നു തുടങ്ങിയാൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ. അതിനു മുമ്പേ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. കറിവേപ്പില, മല്ലിയില, ഇനി വേണ്ടത് കസ്തൂരി മേത്തിയാണ്. പേര് കേൾക്കുന്നത്ര ഭീകരമായ സംഗതിയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഉലുവ ചീരയുടെ ഇലയാണ്. ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് വളരെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഉള്ളത്. പക്ഷേ തീ ഒന്ന് ഓഫാക്കണം പെട്ടെന്ന് തന്നെ, ഇല്ലെങ്കിൽ അത് അതിൽ കിടന്ന് വെന്തു പോവും. ഇനി അല്പം നാടൻ വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ പച്ചമുളക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കും.